എല്ലാരും മിക്കവാറും എല്ലാരും തന്നെ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കന്നിമൂല. ഈ കന്നിമൂല എന്ന് പറയുന്ന മൂല ഒരു വല്ലാത്ത മൂലയാണ്. ഒരുപാട് സാധനങ്ങളെ മൂല നമ്മൾ കണ്ടു. പക്ഷെ കന്നിമൂല എന്ന് പറഞ്ഞ മൂല ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളില്ല. ഒരു കുടുംബത്തിനും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു മൂലയാണ് കന്നിമൂല. അപ്പൊ ആ മൂലയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുകയും എന്താണ് ചെയ്യാൻ പാടില്ലാത്ത എന്താണ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഈ വാസ്തുവിദ്യാകാരന്മാരും വാസ്തുശാസ്ത്രകാരന്മാരെന്നും പറഞ്ഞു നടക്കുന്നവര് വീട്ടുകാരെ പറ്റിച്ച് എങ്ങനെയാണ് പൈസ കൊണ്ടുപോകുന്നതും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് കന്നിമൂല എന്ന് ആദ്യം പറയാം. കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാ കന്നിമൂല എന്ന് പറയുന്നത്. പക്ഷെ എല്ലാരും ഉദ്ദേശിക്കുന്ന പോലെ ഒരു മൂലയല്ല കന്നിമൂല. കന്നിമൂല എന്ന് പറയുന്നത്, ഞാൻ ഈ വാസ്തുവിന്റെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളിലേക്കോ കടക്കുന്നില്ല. കാരണം എളുപ്പം പറയാൻ പറ്റുന്ന രീതിയിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് എല്ലാം. അപ്പൊ ഈ കന്നിമൂല എന്ന് പറഞ്ഞ ഒരു മൂലയല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. മൂല തൊട്ട് പറയുന്നത് ഇത് മൂല, ആ മൂലയല്ല. അപ്പം കന്നിമൂല എന്താണെന്ന് മനസ്സിലായി. അത് തെക്ക് പടിഞ്ഞാറേ ഏരിയയിലാണ് കന്നിമൂല വരുന്നത്. അല്ല തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല എന്നല്ല, തെക്ക് പടിഞ്ഞാറേ ഏരിയയിലാണ് കന്നിമൂല വരുന്നത്, നിരതി കോണം എന്ന് പറയുന്നത്. ഇനി കന്നിമൂലയിൽ എന്തൊക്കെ വന്നുകൂടാന്നും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു. വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രം ഇല്ല, അത് ആദ്യം മനസ്സിലാക്കുക. വാസ്തുവിദ്യയേ ഉള്ളൂ. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇതൊരു പഠന വിധേയമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്നാൽ വാസ്തുവിദ്യ ആവശ്യമാണോ? വാസ്തുവിദ്യ 100% ആവശ്യമാണ്. വാസ്തുവിദ്യ ഇല്ലാതെ നമുക്ക് പറ്റുമോ? ഒരാൾക്കും ഒരു ബിൽഡിംഗും പണിയാൻ പറ്റത്തില്ല. ബിൽഡിങ്ങിന്റെ സ്ഥാനം കാണുന്നത് തന്നെ വാസ്തുവിദ്യക്കകത്തുള്ളതാണ്. പക്ഷികള്, പട്ടികള്, പശുക്കള്, ഇതെല്ലാം വാസ്തു നോക്കിയാ ജീവിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പക്ഷികൾ എവിടെങ്കിലും ഒരു കൂടുവൊക്കെയല്ല, ഒരു കൃത്യമായ അതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തിയിട്ടാണ് പല പല ചുള്ളികളും ശേഖരിച്ചിട്ട് ഒരു കൂട് ഉണ്ടാക്കുന്നത്. അപ്പൊ വാസ്തു നോക്കാൻ പക്ഷികൾക്കറിയാം. അതുപോലെ പട്ടികള്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, പല കൂടുകളിലും പട്ടികൾ കിടക്കാറില്ല. തുറന്നു വിട്ടാൽ അത് കയറി ഓടും. എന്താ കാര്യം? അതിന്റെ വാസ്തു അതിന് ശരിയായില്ല. ഒന്നുകിൽ വായു കാണത്തില്ല, അല്ലെങ്കിൽ പ്രകാശം കാണത്തില്ല, അല്ലെങ്കിൽ അതിന് വസിക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും കാര്യങ്ങൾ അതിന് കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ പഞ്ചഭൂതങ്ങൾ ശരിയാവാത്തോണ്ടാ പട്ടി കയറി ഓടുന്നത്. പശുക്കള്, ചില ആള് എരുത്തിൽ എന്ത് ചെയ്യും? വളരെയധികം ചരിച്ച് ഉണ്ടാക്കും. എന്തിനാ? പശുവിന്റെ മൂത്രം വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒഴുകി കുഴിയിലേക്ക് പോകാനായിട്ട്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ തോളിന് വേദന ഉണ്ടാവുകയും അതിന്റെ എല്ലുകൾക്ക് വേദന ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് അതിനറിയാവുന്നത് കൊണ്ട് അത് ചരിഞ്ഞു നിൽക്കും. പലപ്പോഴും എരുത്തില് നേരെ നിൽക്കേണ്ട പശുക്കള് ചരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ ചരിവ് കൂടുന്നതാണ്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ചരിവിട്ടാൽ പോലും പശുവിന്റെ മൂത്രം വീഴുന്നത് ഈസി ആയിട്ട് ഒഴുകിപ്പോവും. പക്ഷെ അത് ആളുകൾക്ക് കേൾക്കത്തില്ല. മേശിനിമാര് പറയും നല്ല ചരിവിട്ടേക്കാൻ പറയും, നല്ല ചരിവിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ പ്രീണിപ്പിക്കുക. അതൊക്കെ ആക്ച്വലി ചെയ്യുന്ന ആ പശുവിന് അതിന്റെ എല്ലുകൾക്കൊക്കെ കുഴപ്പമുണ്ടാക്കിയാ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പം പശുക്കൾക്കായാലും പട്ടികൾക്കായാലും പക്ഷികൾക്കായാലും ഏത് ജീവജാലത്തിനും വാസ്തു വേണം. അതുപോലെ തന്നെ ഒരു ജീവജാലമായ മനുഷ്യനും വാസ്തുവിദ്യ ഇല്ലാതെ നടക്കത്തില്ല. മനുഷ്യൻ അവന്റെ വികാസം അനുസരിച്ച് പുസ്തകങ്ങളിലൊക്കെ വാസ്തുവിദ്യയൊക്കെ എഴുതി വെച്ച് ചെയ്യുന്നു. മറ്റ് ജീവജാലങ്ങൾ അങ്ങനെ എഴുതാതെ അത് സ്വയം കണ്ടെത്തി ചെയ്യുന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. അപ്പോഴേ ഈ വാസ്തുവിദ്യ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞ പക്ഷികളുടെയും പട്ടികളുടെയും പശുക്കളുടെയൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. അങ്ങനെ വരുമ്പം മനുഷ്യരാശിക്ക് എല്ലാം തന്നെ ഈ വാസ്തുവിദ്യ എന്ന് പറഞ്ഞ ആവശ്യമാണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഓരോ വാസ്തുവിദ്യാകാരന്മാര് വന്ന് ഇതിനെ പുസ്തക രൂപത്തിലാക്കി അവരവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചും അവരവരുടെ ചിന്തകൾ അനുസരിച്ചും അവരവരുടെ തെറ്റായിട്ടുള്ള ചിന്തകൾ അനുസരിച്ചും ഒക്കെ പുസ്തകങ്ങൾ എഴുതി വെച്ചു. അങ്ങനെ നമ്മുടെ മനുഷ്യന്റെ വാസ്തു എന്ന് പറയുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതും അതുപോലെ തന്നെ അനാവശ്യവും അന്ധവിശ്വാസങ്ങളും ഒരുപാട് യാതൊരു തരത്തിലും മനുഷ്യന് ആവശ്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ വാസ്തുവിദ്യയിൽ കടന്നുകൂടിയിട്ടുള്ളത്. അതിലൊന്നാണ് കന്നിമൂല. ഈ കന്നിമൂലയില് വാസ്തുവിദ്യാകാരന്മാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്.
അതിനവർ കൊണ്ടുവരുന്ന പ്രമാണങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട പലപ്പോഴും നമുക്ക് ചിരിയാ വരുന്നത്. പിന്നെ പലരും ഇത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നല്ല ശ്രമങ്ങൾ നടത്തുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ, അന്ധവിശ്വാസികളായ മനുഷ്യൻ വീട് പണിയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് കന്നിമൂല എന്ന് പറഞ്ഞ് ഉയർന്നു നിൽക്കണം. എന്തിനാ അങ്ങനെ പറയുന്നത്? കന്നിമൂല ഉയർന്നു നിൽക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഈ കന്നിമൂല എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തെക്ക് പടിഞ്ഞാറേ മൂലയാണല്ലോ. അപ്പം കിണറെവിടാ എടുക്കുന്ന ഈശാനകോൺ, വെള്ളത്തിന്റെ സ്ഥാനം അതെവിടാ? വടക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പം കന്നിമൂല ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ ആ പുരയിടത്തിലുണ്ടാകുന്ന എല്ലാ മഴ പെയ്യുന്ന വെള്ളവും അതുപോലുള്ള വെള്ളങ്ങളെല്ലാം എന്ത് ചെയ്യും? അത് ഈശാനകോണിലേക്ക് ഒഴുകി വരും. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം പറഞ്ഞാൽ പണ്ടൊക്കെ ഈ ഓല, പലക, കച്ചി തുടങ്ങിയിട്ടുള്ളതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന വീടുകൾ കാറ്റത്ത് പെട്ടെന്ന് പറന്നു പോകാനും നാശമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാറ്റ് എവിടുന്നാ വരുന്നത്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റാ പ്രധാനമായിട്ടും നമുക്ക് അടിക്കുന്നത് കേരളത്തില്. അപ്പം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് അടിക്കുമ്പം ഈ വീടുകളൊക്കെ ഇളകിപ്പോവാതിരിക്കാനായിട്ടും അതിന് ഭാരം ഉണ്ടാവാനായിട്ടും ആ ഭാഗത്ത് ഭാരം കൂടാനായിട്ടും ആ സൈഡ് പൊക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ പറയുന്നത് എന്തുവാ? അവിടെ അസുരന്മാരാ, അതുകൊണ്ട് അവിടെ പൊക്കി കൊടുക്കണം. അത് പൊക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ അസുരന്മാര് കോപിക്കും, ആ വീട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ദോഷങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, സാമ്പത്തിക പരാധീനങ്ങളുണ്ടാവും, ബിസിനസ് തകർച്ച ഉണ്ടാവും എന്നൊക്കെയാ പറയുന്നത്. വല്ല കാര്യമുണ്ടോ? യഥാർത്ഥ ഒരു കാര്യം. പിന്നെ പറയുന്നത് കന്നി മൂലയിൽ കാർപോർച്ച് പാടില്ലെന്ന് പറയും. അത് അങ്ങനെ വെക്കാത്ത നല്ലതാ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാ, കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ സൈലൻസർ വഴി പുക പുറത്തു വരും. ആ പുകയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? നൈട്രൈൻ ഓക്സൈഡുകളുണ്ട്, ഹൈഡ്രോ കാർബണുകളുണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്. അത് കൂടാതെ പലതരം സൂക്ഷ്മാംശത്തിലുള്ള വിഷങ്ങളും അടങ്ങിയിരിപ്പുണ്ട്. അപ്പൊ ഈ കാർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചില കാറുകളൊക്കെ വളരെ വല്ലാത്ത രീതിയിലൊക്കെ ഉള്ള പുക പുറപ്പെടുവിക്കും. എഞ്ചിന്റെ കംപ്ലൈന്റ് ഉള്ളതിനകത്തും ഒക്കെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ പുക, ഈ വിഷപ്പുക തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് അടിക്കുന്ന ആ ദിശയിലാവുമ്പം ഈ കാറ്റിനോടൊപ്പം ഈ വിഷപ്പുകയും കൂടെ വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ വീടിന്റെ റൂമുകളിലും അടുക്കളയിലും ലിവിംഗ് റൂമിലും എല്ലാം ഇത് പരക്കുമ്പം അവിടെയുള്ള ആളുകളെല്ലാം ഇതും കൂടെ ശ്വസിക്കേണ്ടതായിട്ട് വരും. ഇത് ശ്വസിക്കുമ്പം നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല ഇത് കുറെ സമയം സ്ഥിരമായിട്ട് ശ്വസിക്കാന്നുണ്ടെങ്കിൽ മരണം പോലും സംഭവിക്കാവുന്ന തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള വിഷം കലർന്ന പുകയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷം കലർന്ന പുക പുറപ്പെടുവിക്കുന്ന ഈ വാഹനത്തിന്റെ പോർച്ച് അപ്പൊ അവിടെ കന്നിമൂലയിൽ വെക്കാതിരിക്കുന്നത് നല്ലത്. അത് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം തന്നെ, അതിനകത്ത് തെറ്റൊന്നുമില്ല. അല്ലാതെ അവിടെ അസുരന്മാരിരിക്കുന്നതുകൊണ്ടാണ്, ആപമത്സരം തുടങ്ങിയിട്ടുള്ള അസുരന്മാരുടെ വാസസ്ഥലമാണ്, അതുകൊണ്ട് അത് പാടില്ല എന്നൊക്കെ പറയുന്നത് ഇത് പണിയാതിരിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ആ തന്ത്രത്തിലും തെറ്റില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് അവിടെ വരരുതെന്ന് പറയും. ടോയ്ലറ്റ് കന്നിമൂല വരരുത്. കാര്യം എന്തുവാ? അത് പറയുന്ന അസുരന്മാരവിടെ ഇരിക്കുന്ന അവര് കോപിക്കും. അങ്ങനെ വരുമ്പം വീട്ടില് ഗൃഹനാഥന് പൊട്ടിയും പഴുത്തും കിടക്കും. ഇതാ പറഞ്ഞു വെക്കുന്നത്. സംഭവം യഥാർത്ഥത്തിൽ എന്തുവാ? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റാണ് അടിക്കുന്നത് ഈ കന്നിമൂല എന്നാണ്. അങ്ങനെ വരുമ്പോ അവിടെ ടോയ്ലറ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ബാഡായിട്ടുള്ള സ്മെല്ല് ആ വീട്ടിനകത്തേക്കെല്ലാം അടിച്ചു കയറും. അപ്പൊ ഏത് മുറി ഇരുന്നാലും ടോയ്ലറ്റിന്റെ സ്മെല്ല് എല്ലാ മുറിയിലും വരും. അളിയാ സുഖമാണോ എന്ന് ചോദിച്ചു. അതാ പ്രശ്നം. അതിന് പറയുന്നത് എന്തോ? ഉണ്ടാക്കിയ ഗൃഹനാഥൻ പൊട്ടിയും പഴുത്തും കിടക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളാ പറഞ്ഞു വെക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ ടോയ്ലറ്റ്, ഇപ്പോഴത്തെ ടോയ്ലറ്റുകൾ പണ്ടത്തെ മോഡലല്ല. പണ്ടത്തെ ടോയ്ലറ്റിന്റെ മോഡൽ ഏതായിരുന്നു? അതെന്ന് പറഞ്ഞാൽ കുഴി എടുക്കുക, അവിടെ വല്ല പലകയാക്കി ഇടുക, എന്നിട്ട് ഈ ദ്വാരത്തിൽ കൂടെ സാധിക്കുക. അപ്പം എന്നിട്ട് എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കുക. എങ്ങനെ ആയാലും ഈ ഗ്യാസ് പുറത്തു വരും.
പുറത്ത് വന്നിട്ട് കാറ്റടിക്കുമ്പോൾ വീട്ടിനകത്തോട്ട് വരും. ഇപ്പോഴത്തെ ബാത്റൂമുകൾ അങ്ങനെയാണോ? ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി കൺസീൽഡ് ആയിട്ട് ചെയ്യുന്ന 5 സ്റ്റാർ ഹോട്ടലുകൾ പോലെ ചെയ്യുന്ന ബാത്റൂമുകളിൽ നിന്ന് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ബാഡ് സ്മെല്ല് ഉണ്ടാവത്തില്ല. അതിനവര് പറയുന്ന നെഗറ്റീവ് എനർജി എന്തുവാ? എനർജി ഒന്നേ ഉള്ളൂ. എനർജി എന്ന് പറയുന്നത് ഊർജം ഒന്നേ ഉള്ളൂ. ഊർജം പലതരമുണ്ട്, പക്ഷെ അത് നെഗറ്റീവ് പോസിറ്റീവ് അല്ല. അപ്പൊ ഇവിടെ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഈ സ്മെല്ലിനെ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നെഗറ്റീവ് എന്ന് കാണുന്ന പറഞ്ഞാൽ എന്തോ ബാഡ് സ്മെല്ല് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ചില സന്ദർഭങ്ങളിൽ നെഗറ്റീവ് നമുക്ക് പോസിറ്റീവായിട്ട് വരും. അതൊക്കെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസങ്ങളാണ്. ഇപ്പൊ തന്നെ നമ്മള് കയ്പുള്ള സാധനങ്ങൾ തിന്നുന്നില്ല, അത് പോസിറ്റീവായിട്ട് തിന്നുന്നതാണ്. നെല്ലിക്ക കയ്പല്ലേ? നെല്ലിക്ക കയ്പായതുകൊണ്ട് നെഗറ്റീവാണോ? അല്ല. അങ്ങനെ ഏതെല്ലാം സാധനങ്ങളുണ്ട് കയ്പുള്ളത്? മരുന്ന് കയ്പല്ലയോ? അതുകൊണ്ട് എന്തോ നെഗറ്റീവാണോ? അല്ല. നമുക്ക് ആവശ്യമുള്ളത് ഇപ്പൊ കഷായം, ആയുർവേദത്തിലെ ഏറ്റവും നല്ല മരുന്നാണെന്ന് പറയുന്നത് കഷായം. അത് കയ്പല്ലേ എന്ന് വിചാരിച്ച് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കുടിക്കുന്നത്? അല്ല, അത് പോസിറ്റീവാണ്. അല്ലെങ്കിൽ അത് ന്യൂട്രലാ, അങ്ങനെ പറയാൻ പറ്റും. അപ്പം ടോയ്ലറ്റുകൾ അങ്ങനെ. ഇനി കാർപോർച്ചിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞത് ഉയർന്നു നിൽക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അത് നല്ലതാ. ഇപ്പൊ കാർപോർച്ച് അവിടെ പണിയാത്ത നല്ലതാണെന്നാ എന്റെ അഭിപ്രായം. അതുപോലെ ഉയർന്നു നിൽക്കണമെന്ന് പറയുന്നത് ഈ കാരണം കൊണ്ടും ഒരു അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ അലക്കുകല്ല് പിന്നെ കന്നിമൂലയിൽ ഉണ്ടാക്കരുതെന്ന് പറയും. എന്തോ കാര്യം? അലക്കല്ലിനകത്തുനിന്ന് വസ്ത്രങ്ങൾ അലക്കുമ്പോൾ ഉഷ്ണ വസ്ത്രങ്ങളിലേ അലക്കുന്നത്. അങ്ങനെ വരുമ്പോ എന്തൊരു ജലം അവിടെ വീഴുന്നത്? മലിനമായിട്ടുള്ള ജലമാണ് വീഴുന്നത്. അപ്പൊ അവിടെ വീണ് കഴിഞ്ഞാൽ അസുരന്മാരവിടെ ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ കന്നിമൂല ഉയർത്തി ഉണ്ടാക്കുന്നവർക്ക് മലയിൽ അവിടെ വീണ് കഴിഞ്ഞാൽ അത് ഒഴിവ് വന്ന് എവിടെ ഇറങ്ങും? കിണറ്റിനകത്ത് ഇറങ്ങും, അല്ലയോ? അത് ഭൂമി കൂടെ വന്നാലും അത് താഴെ വരും. പിന്നെ ഭൂമി കൂടെ വരുമ്പം മണ്ണിൽ കൂടെ അരിച്ചു വരുന്നതുകൊണ്ട് അതിന് വേറെ ദോഷങ്ങളൊന്നും വരാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പം അലക്കുകല്ല് അവിടെ വരരുതെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്, മലിനജലം അവിടെ വീഴും എന്നുള്ളതുകൊണ്ടാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞ എന്തോ സിറ്റ് ഔട്ട് അവിടെ വരരുതെന്ന് പറയും. സിറ്റ് ഔട്ട് അവിടെ വരരുതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് 4 കെട്ട് 8 കെട്ടും 16 കെട്ടും 32 കെട്ടും ഒക്കെ ഉള്ള സമയത്ത് ഈ സന്ദർശന മുറി എന്ന് പറയുന്ന സമ്പ്രദായം അതിന്റെ സ്ഥാനം കൊടുത്തിരുന്നത് പലപ്പോഴും കന്നിമൂലയിലായിരുന്നു. അത് മാത്രമല്ല, അതിന്റെ കഥ അടയ്ക്കുന്നത് ഈ 4 കെട്ട് 8 കെട്ടിന് അകത്ത് നിന്നേ അടയ്ക്കാൻ പറ്റൂ. പുറത്തുനിന്ന് സന്ദർശകർ വന്നിട്ട് അവർക്ക് ഇത് കൂട്ടാൻ പറ്റത്തില്ല. അകത്തുനിന്നേ അടയ്ക്കാൻ പറ്റും, പുറത്ത് ആ മുറിക്കകത്തിരുന്നോണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല. സന്ദർശന മുറിയായിട്ടാ കണ്ടിരുന്നത്. അപ്പൊ അവിടെ വരുന്നോണ്ട് എന്തോ കുഴപ്പം? അപ്പം അവിടെ സിറ്റൗട്ട് വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്. ഈ വൈകുന്നേരങ്ങളിൽ ശക്തമായിട്ടുള്ള ഇൻഫ്രാറെഡ് രശ്മികൾ വരും. അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ആ സിറ്റൗട്ടിൽ ഇരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനൊരു കുഴപ്പമുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ഡോർ അവിടെ വരരുത്. മെയിൻ ഡോർ അവിടെ വരരുത് കാരണം എന്താ? അത് ലിവിംഗ് റൂമുമായിട്ട് ചേർന്നല്ലേ വരുന്നത്. ലിവിംഗ് റൂം അവിടെ പണിയരുന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് മെയിൻ ഡോർ അവിടെ വരരുത്. അല്ല, വേറെ ദോഷമൊന്നും ഉണ്ടായിട്ടല്ല. അവിടെ സന്ദർശന മുറിയില് മെയിൻ ഡോർ അല്ലല്ലോ, അതൊരു മെയിൻ ഡോറായിട്ട് കൂട്ടത്തില്ല. അത് സന്ദർശകർക്ക് അവിടെ നിന്ന് പൂട്ടാൻ പറ്റത്തില്ല, അടയ്ക്കാൻ പറ്റത്തില്ല, സാക്ഷ ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മെയിൻ ഡോർ അവിടെ വരത്തില്ല. മെയിൻ ഡോർ അവിടെ വരണമെങ്കിൽ മെയിൻ റൂം അതായാലല്ലേ, അല്ലെങ്കിൽ ലിവിംഗ് റൂം അവിടെ ആയാലല്ലേ പറ്റൂ. അതവിടെ അല്ല. അതുകൊണ്ട് അത് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ പറയുന്ന പറഞ്ഞ ഈ കന്നിമൂലയുടെ ആ സൈഡ് 90 ഡിഗ്രി തന്നെ പണിയണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിന്റെ ആംഗിള്, ഇൻസൈഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കണം. അത് പറയുന്ന പറഞ്ഞാൽ പണ്ടല്ല ഈ 8 കെട്ടും 4 കെട്ടും എല്ലാം പണിയുന്ന ചതുരത്തിലാ പണിയുന്നത്. അങ്ങനെ വരുമ്പോൾ 90 ഡിഗ്രിയിലേ വരുത്തുള്ളൂ, അല്ലാതെ വരത്തില്ല. ദീർഘചതുരായാലും 90 ഡിഗ്രി വരും, സമചതുരായാലും 90 ഡിഗ്രി വരും. എന്നാലും പിന്നെ അങ്ങനെ മാത്രമേ പണിയാൻ പറ്റൂ. എന്നാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലോ അല്ലാതെ പണിയാം. എന്തോ കുഴപ്പം? 90 ഡിഗ്രി വരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ 90 ഡിഗ്രി വരണം. അതുകൊണ്ട് അവിടുത്തെ ആ ഒടിവും ചതവും എല്ലാം മാറ്റി കെട്ടണം. അയ്യോ, അതെല്ലാം മൊത്തം ഇടിച്ചു കെട്ടണോ? വേണ്ട, അവിടെ തറ 2 വരി താത്ത് ഒന്ന് കയ്യാല പോലെ കെട്ടിയാൽ മതിയെന്ന്. എന്തോ കാര്യത്തിന്? ഒരു കാര്യമില്ല. കോൺക്രീറ്റ് അല്ല, സിമെന്റ് കണ്ടുപിടിച്ച് കോൺക്രീറ്റിന്റെ പ്രയോഗം തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളതാ പ്ലാൻ. അതിനങ്ങ് ഒരു കാര്യമില്ല. ഇവര് യോനി കണക്കും മറ്റേ കണക്കും മറിച്ചൊക്കെ പറയും. അതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കണക്ക് കൂട്ടുമ്പോഴേ അവർക്ക് കാശ് മേടിക്കാവത്തുള്ളൂ.
അല്ലാതെ നമ്മൾ എത്ര ആലോചിച്ചാലും ഇതിന് ശാസ്ത്രീയമായ ഒരു കാര്യവും പറയാനില്ല. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, കന്നിമൂലയിൽ വേസ്റ്റ് കുഴി പാടില്ല. വേസ്റ്റ് കുഴി പാടില്ലെന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു വേസ്റ്റ് കുഴിക്കകത്ത് വേസ്റ്റ് എല്ലാം കൊണ്ടിടിച്ചിടും, അത് കിടന്ന് നാറും. നാറിയിട്ട് അത് കുറച്ച് എലിയും വന്നെടുത്ത് പട്ടി വന്ന് കടിച്ചു പറിച്ച് എല്ലാം കൂടി ഇട്ട് എല്ലാം കൂടെ നശിച്ച് നാറി അവിടെ കിടക്കും. അപ്പൊ അവന് ബാഡ് സ്മെല്ല് ഉണ്ടാവും. ബാഡ് സ്മെല്ല് കാറ്റത്ത് വീണ്ടും അത് വീടിനകത്തോട്ട് കയറി വരും. അതുകൊണ്ടാ അതങ്ങനെ ചെയ്യലെന്ന് പറയും. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, പല വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഞാൻ തന്നെ 2-3 വീടുകളിൽ പോയി കണ്ടിട്ടുണ്ട്. എന്തുവാ? കന്നിമൂല അടുക്കള പാടില്ല. കന്നിമൂല അടുക്കള പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില പെണ്ണുങ്ങൾക്ക് അതങ്ങ് കന്നിമൂല പണിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതങ്ങ് പ്രശ്നമാണ്. ഒന്നുകിൽ അവരെ നമ്മൾ സൈക്കോളജിസ്റ്റ് എടുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ കന്നിമൂല ഉള്ള അടുക്കള മാറ്റി പണിയണം. ഇത് 2 മാർഗമുള്ളൂ ചില വീടുകളിൽ. കന്നിമൂല അടുക്കള പാടില്ലെന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് കന്നിമൂലയിൽ അടുക്കളയുടെ സ്ഥാനം കൊടുക്കാത്തതിന്റെ കാരണം, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റടിക്കും, അന്ന് വിറകും തൊണ്ടും അതുപോലുള്ള വെച്ചിട്ടില്ലേ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിനകന്ന് പുക വരും. ഈ കാറ്റടിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? വീടിനകത്തെ എല്ലാ മുറികളിലും നേരത്തെ പറഞ്ഞ പോലെ ആ സ്ഥാനത്ത് പുക കയറും. അതുകൊണ്ടാ. പിന്നെ വേറൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ, ഈ ഇൻഫ്രാറെഡ് രശ്മികൾ വന്ന് പതിക്കുമ്പോൾ അതിന് സ്ത്രീകൾ അതിനകത്തിരിക്കുന്ന സ്ത്രീകൾക്ക് വലിയ ജനലുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വിഷാംശമുള്ള പ്രകാശരശ്മികൾ ആ സമയത്ത് വരുന്നത്. അപ്പൊ അതിനെ തടുക്കാൻ അവിടുന്ന് ഒഴിവാക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും. അപ്പം കന്നിമൂല ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തുകൂടാന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളുടെ അധിഷ്ഠിതവും, എന്നാൽ ചെയ്യേണ്ടാത്തതായ കുറെ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ടും ഉണ്ട്. ഇത് മനസ്സിലാക്കുക. ഇനി ഇന്നത്തെ കാലത്ത് അടുക്കള അവിടെ പണിയാൻ ഇതുപോലുള്ള പ്രശ്നമുണ്ടോ? പുകയുടെ പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം ഏത് വീട്ടിലാണ് ഇപ്പൊ പുകയെടുപ്പുള്ളത്? അഥവാ വന്നാൽ ആലുവ അടുപ്പ, അതിന്റെ പുക അങ്ങ് മോളിൽ പോകും, 2 നില പൊക്കത്തിൽ പോകും. ആലുവ അടുപ്പേ ഇപ്പൊ സാധാരണ വെക്കാറുള്ളൂ. സാധാരണ ഇപ്പൊ രുക്മിണി അടുപ്പോ അല്ലെങ്കിൽ കട്ട വെച്ചുള്ള 3 കട്ട വെച്ചിരുന്ന അടുപ്പൊന്നും ഇപ്പൊ ഒരു വീടുകളിലും കാണാനില്ല. അങ്ങനെയുള്ള അടുപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ കന്നിമൂലയിൽ അടുക്കളയാക്കാതിരിക്കുന്നതാണ് നല്ലത്. കിണർ കുഴിച്ചൂടാ. എന്താ കിണർ കുഴിച്ചാ എന്താ? നമ്മളിവിടെ എത്രയോ ലക്ഷം കോടിക്കണക്കിന് പിന്നെ വസ്തു ഉള്ളതിനകത്ത് നമ്മൾ ആ പാടെ എടുക്കുന്ന 5 സെന്റാ അല്ലെങ്കിൽ 10 സെന്റാ. കിണർ കുഴിച്ചാൽ എന്താ കുഴപ്പം? ഉടനെ അത് ഇപ്പുറത്തെ വീട്ടുകാരനെ, നമ്മളിവിടെ കന്നിമൂല എന്ന് പറയുന്നത് നമ്മളൊരു 1 സെന്റ് വിറ്റ് കഴിഞ്ഞാൽ മറ്റവന്റെ ഈശാന കോണായി മാറിയ അവിടെ കിണർ കുഴിക്കാം. എവന്റെ കയ്യിരിക്കുമ്പോൾ കുഴിച്ചുകൂടാ. ഇതെല്ലാം സത്യത്തിൽ പറഞ്ഞ് തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചതിനകത്ത് കുറെ കാര്യങ്ങൾ ആവശ്യമുള്ളതും കുറെ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത പറഞ്ഞു. ഇനി ചില കാര്യങ്ങൾ പറയും. പുളി വെച്ചൂടാ. എന്താ പുളി വെച്ചാ കുഴപ്പമുണ്ട്. എന്തുവാ? പുളിയുടെ വേരുകൾ പലപ്പോഴും പൊങ്ങി വളരും. അതുപോലെ പ്രതലത്തിന്റെ അടുത്തൂടെ തന്നെ ഇതിന്റെ വേരുകൾ വളർന്നു വരും. അങ്ങനെ വരുമ്പോ എന്താണ് ഉണ്ടാവാൻ സാധ്യത? ഈ വീടിന്റെ ഒന്നാമത്തെ കാര്യം, ഇപ്പൊ വീടിനൊക്കെ അളവ് കുറവാ, വസ്തുക്കൾക്ക് അളവ് കുറവാ. അപ്പൊ വീടിന്റെ ഫൗണ്ടേഷൻ ബേസ്മെന്റിലൊക്കെ തുളച്ച്, പുളിക്ക് നല്ല ബലമല്ലേ, അത് കയറി തുളച്ച് വലുതാവും. വലുതായി ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു ചെറിയ വേര് കയറിപ്പോയി വലുതായി വരുമ്പോഴത്തേക്ക് ഈ പാറയും അതിന്റെ അടിസ്ഥാനമൊക്കെ പൊട്ടി വീട്ടിനത് അപായം ഉണ്ടാക്കും. അതുകൊണ്ടായി പുളി വെച്ചുകൂടാന്ന് പറയുന്നത്. നേരെ മറിച്ച് വേപ്പ് അതുപോലുള്ളൊക്കെ ചെറിയ ഇലകളുള്ള ഏത് വൃക്ഷങ്ങളും അവിടെ വെക്കാം. ചെറിയ വൃക്ഷങ്ങൾ, വലിയ വൃക്ഷങ്ങൾ വെച്ചാൽ ഒരുപാട് വസ്തു അളവുണ്ടെങ്കിൽ ഏത് വൃക്ഷവും വെക്കാം. ഇപ്പൊ ഒരു പുളി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വേര് 5 കിലോമീറ്റർ ഒന്നും പോകത്തില്ലല്ലേ, അല്ലെങ്കിൽ 50 മീറ്റർ ഒന്നും പോകത്തില്ലല്ലേ. അഥവാ പോയാൽ 10 മീറ്റർ അങ്ങനെ പോകും. അപ്പം നമ്മളെ വീട്ടില് നമുക്ക് കന്നിമൂലയിൽ ഒരു 10-30 മീറ്റർ അല്ലെങ്കിൽ 10-40 മീറ്റർ അകലത്തിൽ വസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പുളി വെക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ അതേസമയം ഈ അവിടുന്ന് വരുന്ന ഇൻഫ്രാറെഡ് രശ്മികൾ തടുക്കാനായിട്ട് നമ്മൾ ചെറിയ ഇലയുള്ള മരങ്ങൾ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കാറ്റിനെ തടയത്തില്ല, എന്നാൽ ഇൻഫ്രാറെഡ് രശ്മികളെ തടയാൻ അത് കാരണമായി തീരുകയും. ചില ആളുകൾ പറഞ്ഞാൽ കന്നിമൂലയെ കൊണ്ട് ചെന്ന് പാലുള്ള വൃക്ഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. എന്തോ നല്ലതാ.
പാലുള്ള വൃക്ഷങ്ങളുണ്ട്, പാലില്ലാത്ത വൃക്ഷങ്ങളുണ്ട്, പലതരം വൃക്ഷങ്ങളുണ്ട്. എല്ലാ വൃക്ഷങ്ങളും നമുക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ നമുക്ക് അവിടെ വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് വെക്കാനുള്ള സ്ഥലം വേണമെന്ന് മാത്രം. അല്ലാതെ 5 സെന്റിനകത്തൊരു വീടും വെച്ച് മൂലയ്ക്ക് കൊണ്ട് ചെന്ന് ഒരു കാര്യം ചെയ്യും, പാലുള്ള എലി വെക്കണ്ടേ, ഒരു പാല വെക്കാം. ഈ പാല വളർന്ന് അവസാനം വീട് എടുത്തോണ്ട് അത് പാലയും അത്രയും വലുതാകുന്ന മരവാ പാല വെക്കാൻ ഒക്കത്തില്ല. നമുക്ക് പ്രയോജനമുള്ളതും വീടിന് ദോഷമില്ലാത്തതായിട്ടുള്ള ഏത് വൃക്ഷങ്ങളും വെക്കാം. അല്ല ഇന്ന വൃക്ഷങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിനകത്ത് കൊണ്ട് തെറ്റായിട്ടുള്ള കൺസെപ്റ്റുകൾ. ഇപ്പം പാലുള്ളതെന്ന് പറഞ്ഞപ്പോ പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഭയങ്കര പ്രയോജനമാണെന്ന് പറയുന്നത്. അടുത്തവന്റെ വീട്ടില് അതിന്റെ ഉച്ചി മറിക്കും, അല്ലെങ്കിൽ ആ വീട്ടിന്റെ റൂഫ് തകർക്കും എന്ന് പറഞ്ഞാലും വെട്ടാൻ നൽകുന്നവരുണ്ട്. കാരണം എന്തുവാ? നമുക്ക് കിട്ടാനുള്ള പ്രയോജനങ്ങൾ നഷ്ടപ്പെടും. മറ്റവന്റെ ഉച്ചി തകർത്താലും വേണ്ടിയില്ല, നമുക്ക് കിട്ടാനുള്ള പ്രയോജനം പറയും. എന്തോ പ്രയോജനം ഇതുകൊണ്ട് കിട്ടുന്നത്? ഒരു പ്രയോജനമില്ല. അവനവൻ അധ്വാനിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് അധ്വാനിക്കുകയോ അല്ലെങ്കിൽ ഭാര്യയുടെ കാശോ അല്ലെങ്കിൽ മക്കളുടെ കാശോ ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ ആ വീട് നന്നായി വരുത്തുള്ളൂ. അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് വരുന്നോ കാശ്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അല്ലാതെ ഈ പാലുള്ള വൃക്ഷം വളർത്തുകൊണ്ടൊന്നുമല്ല വീട്ടുകാർ നന്നാവുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പം ഈ അന്ധവിശ്വാസങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള വാസ്തു ശാസ്ത്രകാരന്മാരാണ് ജനത്തിനെ സ്വൈരമായി ജീവിക്കാൻ സമ്മതിക്കാത്തതെന്ന് നമുക്കിതിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി കാണും വരെ